എറണാകുളം ചെല്ലാനത്തെ ടെട്രാപോഡ് കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് കൊച്ചി എം.എൽ.എ. മുഹമ്മദ് ഷിയാസ് നിയമസഭയിൽ നടത്തിയ വസ്തുതാ വിരുദ്ധ പ്രസ്താവന. ഒരുപാട് കാലം കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിച്ചിട്ടും ചെല്ലാനത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ചെല്ലാനം പദ്ധതിയുടെ രണ്ടാം ഘട്ടം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് ഷിയാസ് നടത്തുന്നതെന്ന് മുൻ എം.എൽ.എ. കെ.ജെ. മാക്സി പറഞ്ഞു. കൊച്ചി നിയോജക മണ്ഡലത്തിലെ തീരദേശമായ ചെല്ലാനത്തെ കടലാക്രമണം മൂലം കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സഹായകരമാകേണ്ട ടെട്രാപോഡ് പദ്ധതി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിക്ക് സാങ്കേതികമായിട്ടുള്ള അനുമതിയില്ലാതെ ഉദ്ഘാടനം നടത്തിയെന്ന് പറയുന്നത് ആ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കൊച്ചി എം.എൽ.എ. മുഹമ്മദ് ഷിയാസ് നിയമസഭയിൽ നടത്തിയ ഈ പ്രസ്താവനയാണ് വിവാദമായിട്ടുള്ളത്. ഇതിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. കടലാക്രമണത്തിൽ ദുരിതമനുഭവിച്ചിരുന്ന ചെല്ലാനം നിവാസികളെ രക്ഷിക്കാൻ LDF സർക്കാർ നിർമ്മിച്ച ടെട്രാപോഡ് കടൽഭിത്തി ലോകത്തിന് തന്നെ മാതൃകയാണ്. 314 കോടി രൂപ ചെലവഴിച്ച് ഹാർബർ മുതൽ പുത്തൻതോട് വരെ 7.5 കിലോമീറ്ററിൽ ആദ്യഘട്ട ടെട്രാപോഡ് കടൽഭിത്തിയും നടപ്പാതയും പൂർത്തിയാക്കി. ഇതോടെ ചെല്ലാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. രണ്ടാം ഘട്ടത്തിന് 404 കോടി രൂപ അനുവദിച്ച് സാങ്കേതിക അനുമതിക്കായി നടപടിയും തുടങ്ങി. ആദ്യഘട്ടം പൂർത്തീകരണത്തിന്റെയും രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനവും നടത്തി. രണ്ടാം ഘട്ടം അട്ടിമറിക്കാനാണ് കോൺഗ്രസും കൊച്ചി എം.എൽ.എ. മുഹമ്മദ് ഷിയാസും ശ്രമിക്കുന്നതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകിയ മുൻ എം.എൽ.എ. കെ.ജെ. മാക്സി പറഞ്ഞു. കണ്ണമാലി മുതലുള്ള ബാക്കി ഭാഗം പിണറായി ഗവൺമെന്റ് അതിന് കിഫ്ബി വഴി 404 കോടി രൂപയുടെ ഫിനാൻസ് സാങ്ഷൻ കൊടുത്തു. ഈ ഫിനാൻസ് സാങ്ഷൻ കഴിയുമ്പോഴാണ് ടെക്നിക്കൽ സാങ്ഷന് പോകുന്നത്. ടെക്നിക്കൽ സാങ്ഷന് ഫയൽ പോയിക്കൊണ്ടിരുന്നപ്പോഴവസരത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ അതവർക്ക് കൊടുക്കാം. അവരത് കൊടുക്കാതിരുന്നു കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബാക്കി ഭാഗം ഇനി ചെയ്യാതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ. കടലാക്രമണത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ചെല്ലാനത്ത് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് LDF സർക്കാർ പാലിച്ചത്. തെറ്റിദ്ധാരണ പരത്തി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് കൊച്ചി എം.എൽ.എ. മുഹമ്മദ് ഷിയാസിന്റെ നീക്കം. ചെല്ലാനം പദ്ധതിയുടെ രണ്ടാം ഘട്ടം അട്ടിമറിക്കപ്പെട്ടാൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്.